ഞാൻ ഇതുവരെ റീക്ക് കൊടുത്തേക്കണതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, വലിപ്പമുള്ള ഗിഫ്റ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. സഞ്ജു, സഞ്ജു ഇവിടെ രാവിലത്തെ കുളിച്ച് സുന്ദരമായിട്ടൊക്കെയുള്ള എന്താണ് പരിപാടി? നാളെ വാലന്റൈൻസ് ഡേ ആണ്. സഞ്ജു എന്താണ് പരിപാടി? വാലന്റൈൻസ് ഡേക്ക് നിനക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് തരാനാണ് എൻ്റെ പ്ലാൻ. സത്യം പറ, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 24 കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൻ്റെ ഉള്ളൂ സഞ്ജു. ചെല്ലേ. ഓക്കെ. കഴിഞ്ഞ കുറേ നാളായിട്ട്, അതായത് 12 വർഷമായി ഇപ്പോൾ ഞങ്ങൾ സ്നേഹം തുടങ്ങിയിട്ട് ആക്ച്വലി. അപ്പോൾ അന്ന് മുതൽ റേക്ക് ഓരോ ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും, ഒരു ക്യാമറ ഗിഫ്റ്റ് ചെയ്യണം എൻ്റെ പണ്ടത്തെ ഒരു വാലന്റൈൻസ് ഡേ വീഡിയോ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു മൈക്കിൾ കോഴ്സിൻ്റെ ഒരു ജാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ എന്താ അങ്ങനെ കുറേ റാൻഡം ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കണേ. ഇക്രു ഉണ്ടാകുന്ന സമയത്ത് സത്യമാണെന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ വെച്ചാൽ ഞങ്ങൾ ആകെ ബിസി ആയിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചുമ്മാ കാർഡോ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പൊതുവെ. അപ്പോൾ ഇത്തവണ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻഡ് അല്ല. വാലന്റൈൻസ് ഡേ ആയിരുന്നതിലും എനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് ഷോപ്പിംഗ് മോളുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനം ഉണ്ടോയെങ്കിൽ അത് പോയി വാങ്ങിക്കാം. അപ്പോൾ റിയയുടെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല, റിയയുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ക്യൂട്ട് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അടിപൊളി സാധനം എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഹോൾമാർക്കിൻ്റെ ഒരു സ്റ്റോറിൽ വന്നേക്കാണ്. ഇവിടെ ഒരു കിടിലൻ സാധനം ഇരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി റെക്കോർഡബിൾ സ്റ്റോറി ബുക്കാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ഒറ്റ കൈ ഷൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്രീ റെക്കോർഡാണ് ചെയ്ത് വെച്ചാണ്. ഇവിടെ ഇതിൽ നമ്മുടെ തന്നെ ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പോൾ റിയയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം, എൻ്റെ മനോഹരമായ ശബ്ദം കേട്ട് റിയയ്ക്ക് അതിയായ സന്തോഷം വരുന്നതായിരിക്കും. പക്ഷേ ഇത് കുറച്ച് ഈസിയാണ്, അത് കുറച്ചും കൂടി നല്ല ലൈറ്റ് ഉണ്ടോന്ന് നോക്കട്ടെ. എന്തായാലും അങ്കമാലിക്കാരിയായ റിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട് ഇവിടെ, അത് വേണമെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം. പന്നിക്കുട്ടി. ആറിനിരിക്കുന്നൊരു നെക്ലേസ് വാങ്ങിച്ചു കൊടുത്താലോ, അല്ലെങ്കിൽ എൻ്റെ പേര് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട റെക്കോർഡബിൾ സ്റ്റോറി ബുക്സ് ഇഷ്ടം പോലെ ഉണ്ട്. കിടുന്ന ഐഡിയ ഉള്ള ആക്ച്വലി. നമ്മുടെ ശബ്ദം കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ തന്നെ നിൽക്കും. ഇഷ്ടം പോലെയാണ്. ഹാപ്പി ബർത്ത്ഡേ ടിങ്ക് ടിങ്ക് ലിറ്റിൽ സ്റ്റാർ. ഈ കറുവിനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. സ്റ്റോറി ഓഫ് അസ് അടിപൊളി. കണ്ണടച്ച് നമ്മൾ ഏത് കാർഡ് എടുത്താലും അടിപൊളിയാണ്. എല്ലാം നല്ല സൂപ്പർ കാർഡുകൾ. ഒരെണ്ണം റാൻഡായിട്ട് പിക്ക് ചെയ്താലോ, നോക്കട്ടെ. ഒരു വാലന്റൈൻസ് ഡേ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഡേയും വാലന്റൈൻസ് ഡേയും. ഓ നോ. കോവിഡിൻ്റെ സമയത്ത് റിയ ഭയങ്കര ഹാരി പോട്ടർ ഫാനായിരുന്നു. ഞങ്ങൾക്ക് ഗ്രിഫിൻഡോറിൻ്റെ ഒരു കപ്പ് വാങ്ങിച്ചു കൊടുക്കാം. എൻ്റെ നല്ല വെയിറ്റ്. പക്ഷെ അത് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് ബന്ധം മാത്രം എന്നോട് ചോദിക്കരുത്. ഇതിനകത്ത് 52 ഫൺ തിങ്സ് ടു ഡു എന്ന് എഴുതിയിട്ടുണ്ട് ഡേറ്റ് നൈറ്റ്സിന് വേണ്ടിയിട്ട്. നമുക്ക് ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും നമുക്ക് ട്രൈ നോക്കാം. കിട്ടണ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം.
കേട്ടോ. ലേൺ ഹൗ ടു സേ ഐ ലവ് യു ഇൻ 5 other languages. ഓക്കെ, ഡൺ, ഡീൽ. നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗെറ്റ് എ കപ്പിൾസ് മസാജ്. ഷുവർ. പെട്ടെന്ന് ഞാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. Tailgate at a park or lake. No spotting even needed. Just some tunes, tasty foods, and a blanket for stargazing. Okay, ready. ഹോൾമാർക്കിൽ കയറി അവിടെ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല റീക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളത്. ഇഷ്ടപ്പെടുമായിരിക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അത് ജസ്റ്റ് അതിനകത്ത് ഗിഫ്റ്റായിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ റിയയ്ക്ക് ഇതിന് മുമ്പ് ഞാൻ ഇതുള്ള ലെതർ ജാക്കറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലെതർ ജാക്കറ്റ്. അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ റിയയ്ക്ക് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇത്രയും പേരെ കൊടുത്ത് ഇതിൻ്റെ സാധനം വാങ്ങിക്കണേ എന്നുള്ള ടൈപ്പ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. മൊത്തത്തിൽ അവൾ ആകപ്പാടെ ഞാനൊരു 4 വർഷം മുമ്പ് വാങ്ങിച്ചിട്ട് അവിടെ 3-4 തവണ ഇട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ റിയയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്, ഇപ്പോൾ പുതിയ വീടൊക്കെ വാങ്ങിച്ചല്ലോ, റിയയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് റിയയ്ക്ക് എന്താണ് ഇഷ്ടപ്പെടാൻ ചാൻസ് എന്ന് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. നമുക്ക് പോയിട്ട് കിള്ളുന്ന സാധനം വാങ്ങിക്കാം, എന്നിട്ട് റിയ സർപ്രൈസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. എനിക്കിത് റാപ്പ് ചെയ്യാനായിട്ട് വേറെ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കിടന്നായിരുന്നു ഇക്രൂവിൻ്റെ പണ്ട് ആരോ ഗിഫ്റ്റ് തന്നതിൻ്റെ പേപ്പർ കീറിയെടുത്ത് ഞാൻ പ്രസൻറ്റേഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നായിരിക്കും ഇത് കട്ട ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ ലോക ഫ്ലോപ്പായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. കുറച്ചും കൂടി പൊട്ടിക്കട്ടെ. കുറച്ച് പണിയെടുത്തു എന്നൊക്കെ അറിയണമല്ലോ. എൻ്റെ പൊന്നോ, ഞാൻ ഇതുവരെ റീക്ക് കൊടുത്തേക്കണം. അതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, വലിപ്പമുള്ള ഗിഫ്റ്റ്. ലെറ്റ്സ് സീ എന്താണ് റിയാക്ഷൻ ഒക്കെ ഉണ്ടോ. ഒറ്റ കയ്യിൽ ഇതും മറ്റേ കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് പോകണേ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. റിയ മീറ്റിങ്ങിലാണോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ ഇതുവരെ തന്നേക്കണത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ചുമ്മാ പറഞ്ഞായിരുന്നു. താങ്ക് യു. ഓപ്പൺ ചെയ്തേ. എവിടെ നോക്കട്ടെ. ഞാൻ ഓപ്പൺ ചെയ്തേ. Are you ready? Yeah. Okay. Oh, Sanju. പല പേര് കേട്ടിട്ടുണ്ട്. കൊട്ട മധു, കൊട്ട ബിനു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കൊട്ടറിയ. Oh, Sanju. Comfort room. Thank you. ഇന്ന് നമ്മുടെ മൂവി നൈറ്റ്സ് ഒക്കെ നമുക്ക് നല്ല കംഫി ആയിട്ട് ഇരുന്ന് കാണാം. ഇത് ആക്ച്വലി വേണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ആ സോഫ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് അവിടെ ത്രോ ഇടണം, അതിൻ്റെ അപ്പുറത്ത് വെക്കണം. താങ്ക് യു സഞ്ജു. റിയനെ എപ്പോൾ കണ്ടത് റിയ കൊട്ട വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വീട്ടിൽ ടോട്ടൽ ഇതിപ്പോൾ 3 കൊട്ടയായി. 2 കൊട്ട ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ ടോട്ടൽ ഈ വർഷം വാങ്ങിച്ചത് 5ാമത്തെ കൊട്ടയാണത്. റിയയ്ക്ക് കൊട്ട വീക്ക്നെസ് ആയിക്കണം. വീട്ടിലെ മുക്കിലും മൂലയിലും കൊട്ടയാണ്. റിയ നമുക്കൊരു കൊട്ട ടൂർ കൊടുത്താലോ വീട്ടിൽ? എല്ലാത്തിനും സ്ഥലം വേണം. അപ്പോൾ കുറേ മെസ്സുകൾ ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ്. അതിൻ്റെ ഇത് ന്യൂട്രൽ കളറാണ്, എല്ലാത്തിൻ്റെയും കൂടെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷെ നല്ല ഡിസൈൻസ് വെച്ചാൽ എനിക്കത് ഇഷ്ടമായി. നല്ല വർക്ക് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഇതിന് അടപ്പുണ്ട്. അപ്പോൾ മെസ്സൊന്നും പുറത്ത്. വീഡിയോ കട്ട് ചെയ്ത് ഞാൻ തെറി വിളിക്കുമോ? ഇല്ല. വാലന്റൈൻസ് ഡേക്ക് ആദ്യമായിട്ടേക്ക് ഒരാള് കൊട്ട വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് നീ വലിയ എന്താ പറയുന്നത് അതും ഇതൊക്കെ മേടിക്കണേക്കാളും ബെറ്റർ ആണ് സഞ്ജു. എനിക്ക് അല്ല, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി തരണേ. ഐ മീൻ ലൈക്ക് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിച്ചാൽ എനിക്ക് ഉപയോഗിക്കാൻ തന്നെ ചിലപ്പോൾ പേടിയാവും, ഇത്രയും വിലയാന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു സോ മച്ച് സഞ്ജു. ഈ എന്താ പറയുക, ഗിഫ്റ്റ് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നീ അങ്ങനെ ഒരു ഗിഫ്റ്റ്, അതും എനിക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ. ഐ മീൻ അതിന് സ്ട്രക്ചർ ഉണ്ട്, ആൻഡ് അത് ഞാൻ കറക്റ്റ് ഇവിടെ തന്നെ ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എനിക്കിഷ്ടമായി. താങ്ക് യു. എനിക്ക് ഇതിലൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വില പിടിച്ച സാധനങ്ങളും ബ്രാൻഡഡ് ഐറ്റംസും നല്ല ഗിഫ്റ്റിൻ്റെ വാല്യൂ
ടൈമിങ്ങിനാണ് വാല്യൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ വീടൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട് ഡെക്കോർ ചെയ്യണ ഒരു സമയമാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ വീടിൻ്റെ കറക്റ്റ് ടോണിനനുസരിച്ച് തന്നെ ഉള്ള ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഓഫ് വൈറ്റ് ഒരു വുഡൻ കളറിലുള്ള സാധനം നോക്കിയപ്പോഴാണ് റിയയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എന്നാണ് ഈ കൊട്ട. എന്ന് വെച്ചാൽ റിയയുടെ അവിടെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൗസ് ടൂർ വരുമ്പോൾ കാണിച്ചത് നല്ല ഭംഗിയായിരുന്നു റിയ ഡെക്കറേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നി, ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സംഭവം. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, എസ്തെറ്റിക്സ് സ്റ്റൈലൊക്കെ ഒരേ പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് റീക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് വാങ്ങിച്ചതാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 12 years ആയേക്കാണ്. സോ ഈ 12 yearsനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം 12 days ഓഫ് വാലന്റൈൻസ് ഡേ എന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഓരോ ദിവസവും, അതായത് വാലന്റൈൻസ് ഡേ മുതലുള്ള 12 ദിവസം ഞങ്ങൾ ഓരോ ദിവസം ഓരോ അടിപൊളി ആക്ടിവിറ്റീസും പരിപാടികളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഇന്നിപ്പോൾ ഞങ്ങൾ എന്താ പറയുന്നത്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ സർപ്രൈസസും അങ്ങനെയുള്ള ഗിഫ്റ്റ്സും ഒക്കെ എന്താ പറയുക, സ്വീറ്റ്നെസ് ആഡ് ചെയ്യും. സോ ചില സമയത്ത് വേർഡ്സ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ തോട്ട്സ് ഒക്കെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ഈ 12 days ഓഫ് സെലിബ്രേഷൻ. പക്ഷേ അത് നടക്കാൻ പോകുന്ന ഈ ചാനലിലല്ല. ഞങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ അടുത്തോട്ട് ഞങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് മറ്റൊരു ചാനലിൽ കൂടിയാണ് നിങ്ങളുടെ അടുത്ത് എത്താൻ പോകുന്നത്. അത് സഞ്ജയ് ആൻഡ് റിയ എന്ന് പറഞ്ഞ ചാനലിലാണ്. ട്രിപ്പ് കപ്പിൾ എന്നാണ് ഈ ചാനൽ കുറച്ചും കൂടി പ്യുവറായിട്ട് ട്രാവലിനെ ബേസ് ചെയ്ത് മാത്രമായിട്ട് എടുക്കാനാണ്. അപ്പോൾ ഇത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നതല്ല. ഇതിൽ കുറേ അടിപൊളി ട്രാവൽ കണ്ടൻസും ട്രാവൽ സീരീസും ട്രാവൽ വ്ളോഗ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ട്രിപ്പ് കപ്പിൾ ചാനലായിരിക്കും. കുറച്ചുകൂടി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ സഞ്ജയ് ആൻഡ് റിയ എന്നുള്ള സെപ്പറേറ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ രണ്ടും വേണ്ടി മിക്സായി പോകണ്ടെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ക്യാഷ്വലായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ആ ചാനലിൽ വന്ന് സംസാരിക്കാം. സോ Day 2 മുതലുള്ള ഞങ്ങളുടെ അഡ്വഞ്ചേഴ്സ് ഒക്കെ അതിലായിരിക്കും വരാൻ പോകുന്നത്. സോ പ്ലീസ് ആ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തന്നെ ആ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 12 days ഓഫ് വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കിയുള്ള 11 days വരാൻ പോകുന്നത് നമ്മുടെ അടുത്ത പുതിയ ചാനലിലാണ് സഞ്ജയ് ആൻഡ് റിയ. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ആ ചാനലിൽ കാണാം. സീ യു.